CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് മുംബൈ സിറ്റി എഫ്സിയുടെ പുതിയ സൈനിങ്ങിനെ കുറിച്ചും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ആദ്യ ഗോൾ നേടിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് റോളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന വിപിൻ മോഹനന്റെ പ്രതികരണവുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് മുംബൈ സിറ്റി എഫ്സിയെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചൊരു താരമായിരുന്നു ഐക്കൺ ഗുറേക്സൻ എന്ന സൂപ്പർ താരം. ISLന്റെ 10ാം സീസണിലേക്ക് വേണ്ടിയിട്ടായിരുന്നു മുംബൈ സിറ്റി ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുംബൈ സിറ്റി എഫ്സിയുടെ കുറച്ച് മത്സരങ്ങൾക്ക് മുമ്പ് താരത്തിന് മസിലിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുകൊണ്ട് ഈ ഒരു ISLന്റെ 10ാം സീസണിലെ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും ഐക്കൺ ഗുറേക്സൻ എന്ന സൂപ്പർ താരത്തിന് നഷ്ടമാകുമെന്ന് മുംബൈ സിറ്റി എഫ്സി തന്നെ ഒഫീഷ്യലായി പുറത്തേക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഐക്കർ ഗുറേക്സനക്ക് പകരക്കാരനായിക്കൊണ്ട് ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കേണ്ടത് മുംബൈ സിറ്റിക്ക് അത്യാവശ്യമായിരുന്നു. ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐക്കർ ഗുറേക്സൻ എന്ന സൂപ്പർ താരത്തിന് പകരക്കാരനായിക്കൊണ്ട് സെർബിയൻ ഫോർവേഡായ ജാക്കൂബ് എന്ന സൂപ്പർ താരത്തെ നിലവിൽ മുംബൈ സിറ്റി എഫ്സി സൈനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു താരത്തിന്റെ പ്രധാന പൊസിഷൻ സെന്റർ ഫോർവേഡ് ആണ്. കൂടാതെ വെറും 30 വയസ്സ് മാത്രമാണ് താരത്തിന്റെ നിലവിലെ പ്രായം. കൂടാതെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ സൈറ്റ് പ്രകാരം ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിട്ടുള്ളത് 1.2 കോടിയോളം രൂപയാണ്. ഏതായാലും ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള മുംബൈ സിറ്റി എഫ്സിയുടെ മത്സരത്തിൽ നമുക്ക് ഈ ഒരു താരത്തെ തീർച്ചയായും കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നത് ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരമായ വിപിൻ മോഹനനെ കുറിച്ചാണ്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം കൊച്ചിയിൽ വെച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരായിട്ടായിരുന്നു. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ യുവതാരമായ വിപിൻ മോഹനൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമുക്കറിയാം അഡ്രിയ ലൂണക്ക് പരിക്ക് പറ്റി താരം പുറത്തു പോയതോടുകൂടി ബ്ലാസ്റ്റേഴ്സിനെ മുന്നിട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത് വിപിൻ മോഹനനായിരുന്നു. നിലവിൽ ഏതായാലും വിപിൻ മോഹനൻ ഇപ്പോൾ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അണ്ടർ-23 ടീമിന്റെ പരിശീലന ക്യാമ്പിലാണുള്ളത്. മാർച്ച് 22, മാർച്ച് 25 തീയതികളിൽ മലേഷ്യയുടെ അണ്ടർ-23 ടീമിനെതിരെ ഇന്ത്യ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കും. ഇനി ഏതായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്റെ ആദ്യ ഗോൾ നേടിയതിനു ശേഷമുള്ള വിപിൻ മോഹനന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്റെ ആദ്യ ഗോൾ നേടിയതിൽ ഞാൻ വളരെയധികം ത്രില്ലിലാണ് ഇപ്പോൾ. അതും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പോലത്തെ വലിയൊരു ടീമിനെതിരെ, അതും ബ്ലാസ്റ്റേഴ്സിന്റെ കാണികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഗോൾ നേടാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഏതായാലും മത്സരം 4-3 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് തോറ്റെങ്കിലും ആ ഒരു നിമിഷം എന്റെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുക തന്നെ ചെയ്യും. തിരിച്ചുവരവിലുള്ള ദൃഢനിശ്ചയത്തോടെ ഞങ്ങൾ ഹാഫ് ടൈം ബ്രേക്കിലേക്ക് പോയി. ശേഷം 54-ാം മിനിറ്റിൽ സമനില ഗോൾ കണ്ടെത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് തന്റെ ആദ്യ ഗോളിനെ കുറിച്ച് വിപിൻ മോഹനൻ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ താരം ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ ചേരുന്നത് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. കുട്ടിക്കാലത്ത് ദേശീയ ടീമിൽ കളിക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുമുണ്ടായിരുന്നു. ആ ദീർഘനാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാൻ അടുത്തെത്തിയതിൽ വളരെയധികം ഞാൻ നിലവിൽ സന്തോഷിക്കുന്നുണ്ട്. കൂടാതെ ഞാൻ ഒരു പ്രത്യേക കളി ശൈലിയൊന്നും പിന്തുടരുന്നില്ല. മത്സര സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. സാഹചര്യം അനുസരിച്ച് കളിക്കളത്തിൽ എന്തൊക്കെയാണോ മാറ്റം വരുത്തേണ്ടത് അതൊക്കെ ഞാൻ ചെയ്യാറുമുണ്ട്. കൂടാതെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ കീഴിൽ ഞാൻ ഉയർന്ന പാസിംഗ് ഗെയിമുകളാണ് കളിക്കാറുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ അത് ചെയ്തിട്ട് പോലുമില്ല. ഏതായാലും വിപിൻ മോഹനന്റെ ഇത്തരത്തിലുള്ള വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.